ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അല്പസമയത്തെ ദൈവദിന ധ്യാനത്തിനായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 55-ാം വാക്യം. പരിശുദ്ധാത്മാവ് നൽകുവാനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. മതി. ഞാൻ ഇന്ന് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മനിറവിൻ ജീവിതം എന്നൊരു ടോപ്പിക്കാണ്. എനിക്കിപ്പോഴും ടോപ്പിക്കൽ ബേസ് ചെയ്ത് പ്രസംഗിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്തെങ്കിലും കുറേ പറഞ്ഞു പോയി എന്തെങ്കിലും പുഹ പോലെ ആകാതെ ദൈവവചനത്തെ കൃത്യമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്രമീകരിച്ച് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും തന്നെയാണ്. ഒരു യോഗം കഴിഞ്ഞ് ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞ് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇന്ന് പ്രസംഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടായിരിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് ബോധ്യം ഉണ്ടാകണം. അതിനകത്ത് ഒരു സന്ദേശവും നമുക്കുണ്ടായിരിക്കണം. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മനിറവിൻ ജീവിതം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഒരുവന് ആത്മനിറവിൻ ജീവിതം നയിക്കുവാൻ കഴിയുമോ? നമുക്കൊരു ആത്മനിറവിൻ ജീവിതം നയിക്കുവാൻ കഴിയണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആത്മനിറവിൻ ജീവിതമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ നയിക്കപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് ആത്മനിറവിൻ ജീവിതം. പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അത് ഞാൻ ലാസ്റ്റിൽ തൊടും. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ ഉപദേശിക്കും, നമുക്ക് വഴി പറഞ്ഞു തരുവാനിടയായിട്ട് എങ്ങനെ ജീവിക്കണം, എന്ത് ഭക്ഷിക്കണം, എവിടെ പോകണം എന്നിത്യാദി സകലവിധ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനിടയായിട്ട്. അങ്ങനെ പരിശുദ്ധാത്മനിറവിൻ ജീവിതം നയിച്ചാൽ ആ ജീവിതം ദൈവസന്നിധിയിൽ ധന്യമായ ജീവിതമായിരിക്കും. ഒരു ധന്യമായ ജീവിതം ഒരു വ്യക്തി നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും പരിശുദ്ധാത്മാവിനെ കീഴടക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിയോഗം ഏറ്റെടുക്കുകയും അനുസരിക്കുകയും ചെയ്താൽ മതി. അവന്റെ ജീവിതം ധന്യമായിട്ട് മാറും. ഇവിടെ സ്തെഫാനോസിനെ കുറിച്ച് പറയുന്ന ഒരു ചരിത്ര ഭാഗമാണ് ഇവിടെ കാണുന്നത്. സ്തെഫാനോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ദൈവസഭയെ ആരംഭിച്ചു. യേശുക്രിസ്തുവിന്റെ ഉയർപ്പോടുകൂടി ദൈവസഭയെ ആരംഭിച്ചു. എന്നാൽ സഭ വളർന്നു കഴിഞ്ഞപ്പോൾ സഭയുടെ അകത്ത് പ്രശ്നം, സഭയുടെ അകത്ത് ചില ഭിന്നതകൾ, ചില പ്രതിസന്ധികളൊക്കെ ഉളവായി. പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഈ പ്രശ്നങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ട് അവർ ചില തീരുമാനങ്ങളുണ്ട്. ഒന്നാമത് പറഞ്ഞു, ആത്മീയ ശുശ്രൂഷകൾ ഞങ്ങൾ അപ്പോസ്തലന്മാർ ചെയ്യാം. എന്നാൽ നിങ്ങളുടെ അകത്തെ സഭയുടെ അകത്തെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതിന് സഭയ്ക്ക് അകത്ത് കുറച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കണം. സാക്ഷ്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട ചില വ്യക്തികളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 7 പേരെ ആ സഭ തിരഞ്ഞെടുക്കുവാനിടയായി. സഭ തിരഞ്ഞെടുത്ത 7 പേരിൽ ഒരാളാണ് സ്തെഫാനോസ് എന്ന് പറയുന്നത്. സ്തെഫാനോസിനെ കുറിച്ച് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വായിച്ചേ. മതി. പരിശുദ്ധാത്മാവ് ഇവിടെ പറയും, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുവാനിടയായി തീർന്നു. ഒരു നല്ല പരിശുദ്ധാത്മാവിന്റെ അനുഭവം, നിറവിന്റെ അനുഭവം അവനെ എങ്ങോട്ട് നോക്കുവാനിടയായി തീർന്നു. ഒരുവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറമുണ്ടെങ്കിൽ, അവൻ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവൻ നോക്കേണ്ടുന്ന സ്ഥലം ഉയർത്തിയേക്കും. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവനെ പണിയാരി, ഇവരെ പണിയാരി, അതാണ് എന്റെ പ്രശ്നം, ഇതാണ് എന്റെ പ്രശ്നം എന്ന് പറയാതെ നീ സ്വർഗത്തിലേക്ക് നോക്കിയാൽ ദൈവം ചില പ്രവൃത്തികളെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നു. ഇവിടെ പറയുകയാണ്, സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവിക ദർശനം പ്രാപിക്കുക. എപ്പോഴും നാം ചെയ്യേണ്ടത് സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കണം. അടുത്തത് അവൻ എന്ത് ചെയ്തു? അവൻ എന്ത് കണ്ടു? ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചു. യേശുക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ചു.
യേശു ക്രിസ്തു അവനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്ന കാഴ്ച അവന്റെ ആത്മാവിൽ അവൻ കണ്ടു, അവൻ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ ദൈവീക ദർശനം പ്രാപിക്കുന്നവനായിരുന്നു. അപ്പോൾ ഒരു ആത്മനിറവിൻ ജീവിതം നമ്മെ ദൈവിക ദർശനം പ്രാപിക്കുന്നതാണ്, നമ്മെ പ്രാപിക്കുവാൻ പര്യാപ്തമാക്കുന്നതാണ്. അപ്പോൾ നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, പരിശുദ്ധാത്മാവിന്റെ നിറവനുഭവിക്കണം. എന്തുകൊണ്ടാണ് നിറവനുഭവിക്കണം എന്ന് പറയുന്നത്? അതിന് കുറവ് വരുന്നതുകൊണ്ടാണ്. ഈ മുറിയിൽ ഒരു ഗ്ലാസ്സിൽ നിറച്ച് വെള്ളം വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയാൽ ആ വെള്ളം കുറയും. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അന്തരീക്ഷത്തിന്റെ താപം നിമിത്തം ആ വെള്ളം വേപ്പറൈസ് ആകും, ആവിയായിട്ട് പോയി കുറച്ച് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്തരീക്ഷ ജീവിതത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യേ ഒരാത്മീകൻ ജീവിക്കുമ്പോൾ അവന്റെ ആത്മീയ അനുഭവങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നത് കൊണ്ട് അവൻ എന്ത് ചെയ്യണം? വീണ്ടും നഷ്ടം നികത്തുവാൻ ആത്മാവിന്റെ നിറവ് പ്രാപിക്കണം. ജ്ഞാനത്തിന്റെ നിറവ്, വിദ്യാഭ്യാസത്തിന്റെ നിറവ്, മറ്റ് ആരോഗ്യത്തിന്റെ നിറവ്, അങ്ങനെ പല നിറവുകൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരാത്മനിറവ് കൊണ്ട് നമുക്ക് പലതിനെയും അതിജീവിക്കുവാൻ പ്രാപ്തരായ, ശക്തരായ, കരുത്തരായ വ്യക്തികളായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. രണ്ടാമത്, ഈ ആത്മനിറവിൻ ജീവിതം വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനിടയായിത്തീരും. വായിച്ച പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം അവനെ ശുദ്ധീകരിക്കുന്നതിന് വസ്ത്രം ഉണ്ടാക്കണമെന്ന് ഞാൻ ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്ന സകല ജ്ഞാനികളോടും നീ പറയണം. ആത്മനിറവുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ്, ദൈവിക ആരാധനയിൽ, ഇത് 4000 വർഷത്തോളം പഴക്കമുള്ള ചരിത്രം പറയുന്നത്, ദൈവിക ശുശ്രൂഷയിൽ ഒരുവൻ ശുദ്ധിയുള്ള വസ്ത്രത്തോടെ പ്രവേശിക്കേണ്ടതിന് അതിനു വേണ്ട സിസ്റ്റം മുഴുവനും, എങ്ങനെ ഒരു അഭിഷിക്തൻ വസ്ത്രം ധരിക്കണം, ആ വസ്ത്രം എങ്ങനെയായിരിക്കണം, അതിന്റെ രൂപഘടന എന്തായിരിക്കണം, അത് പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാം ആയിരിക്കണമെന്ന് ജ്ഞാനാത്മാവ് കൊണ്ട് നിറച്ച ഒരുവനെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ ആരാധന എപ്രകാരമായിരിക്കണം, നീ ആരാധനാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയായിരിക്കണം, നിന്റെ ആരാധനയുടെ വ്യത്യസ്തമായിരിക്കുന്ന ഘടകങ്ങൾ എപ്രകാരിക്കണമെന്ന് പരിശുദ്ധാത്മാ നിറമുള്ളവനെ പറഞ്ഞു കൊടുക്കുവാൻ കഴിയുള്ളൂ. ആ അറിവ് പ്രാപിച്ചപ്പോൾ അവൻ അതിന്റെ സിസ്റ്റം അനുസരിച്ച് കാര്യങ്ങളെ ഡിസൈൻ ചെയ്ത് ഒരു മനോഹരമായിരിക്കുന്ന വസ്ത്രം രൂപീകരിച്ച് അപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെ ധരിപ്പിച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവരെ വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ ആത്മനിറവുള്ളവനായിരിക്കണം. ആത്മനിറവുള്ളവൻ കരുത്തുള്ളവരെ വളർത്തിക്കൊണ്ടിരിക്കും. ആത്മശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്നവരെ ഏത് മേഖലകളിലും ഒരു നിറമുള്ളവനെ കൊണ്ട് വളർത്താൻ പറ്റുകയുള്ളൂ. അറിവിൽ കുറഞ്ഞ ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ തങ്ങളുടെ കീഴിൽ ചവിട്ടിത്താത്താൻ ശ്രമിക്കുമ്പോൾ അറിവുള്ളവൻ മറ്റുള്ളവരും വളർത്തിക്കൊണ്ടിരിക്കും. ഒരു ലീഡറിന്റെ പ്രത്യേകത ഞാൻ പണ്ട് കേട്ട ഒരു ചരിത്രമാണ്. ഒരു ലീഡർ എപ്പോഴും മറ്റുള്ളവർ ലീഡർഷിപ്പിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കും. ഈ 4 പേര് ലീഡർഷിപ്പിലേക്ക് വളർത്തുമ്പോൾ ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ലെവലിലേക്ക് കയറും. അങ്ങനെയാണ് വളരുന്ന പടികൾ. അപ്പോൾ നാം ഒരു വ്യക്തിയെ വളരണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ വളരില്ല എന്നതിന്റെ അർത്ഥം. നീ ഗുണം പിടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാനും ഗുണം പിടിക്കില്ല എന്നർത്ഥം. കാരണം എനിക്ക് ഗുണം പിടിക്കാനുള്ള മനോഭാവം ഉണ്ടായിട്ട് വേണ്ടേ, എനിക്ക് ഗുണം പിടിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് വേണ്ടേ വേറൊരാൾ വളർത്താൻ. അപ്പോൾ നമ്മൾ വളരും തോറും മറ്റുള്ളവരെ കൂടെ വളർത്തിക്കൊണ്ടുവരുവാൻ, ഉയർത്തിക്കൊണ്ടുവരുവാൻ പര്യാപ്തമായതാണ് ആത്മനിറവിൻ ജീവിതം. ദൈവം നമ്മൾ വളർത്തും. ദൈവത്തിന്റെ സിസ്റ്റമാണ് വളർച്ച എന്നുള്ളത്. ഏതൊരു വ്യക്തിയും ആത്മീകം, ഭൗതികം, ശാരീരികം, മാനസികം, സാമ്പത്തികം എന്നിങ്ങനെ സമസ്ത മേഖലകളിലും ദൈവം വളർത്തുവാൻ ശക്തനാണ്, കഴിവുള്ളവനാണ്. അവൻ വളർത്തും. തന്നോടുകൂടെ
ചേർന്ന് നിൽക്കുന്ന സകലയും വളർത്തിക്കൊണ്ടുവരും. Praise the Lord. അതുകൊണ്ട് ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത് അതേ മുന്തിരിവള്ളിക്ക് അതിന്റെ തടിയോട് ചേർന്ന് അതിന്റെ തണ്ടിനോട് ചേർന്ന് നിൽക്കാതെ വളരുവാൻ കഴിയില്ല. അത് മുറിച്ച് മാറ്റപ്പെട്ടാൽ അത് വേഗത്തിൽ അത് ഉണങ്ങിപ്പോകുവാനിടയായിത്തീരും. എന്നാൽ അത് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അതിൽ വളരുക മാത്രമല്ല ഫലം കായ്ക്കും, വളരെ ഫലം കായ്ക്കും എന്നിങ്ങനെ അതിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ശുശ്രൂഷയുള്ളവനെ ശുദ്ധീകരിക്കാൻ പ്രാപ്തിയുള്ള വസ്ത്രം ഡിസൈൻ ചെയ്യുവാൻ ആത്മനിറവുള്ളവനെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനി വായിച്ച് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആത്മനിറവിൻ ജീവിതത്തിന്റെ പ്രത്യേകതകൾ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെ. അവർ കൗശല പണിക്കാരെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടി പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാകുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതാ അടുത്ത് പറയാ, അവനെ ഞാൻ നിറയ്ക്കുക, ബസലേലിനെ ഞാൻ പേര് ചൊല്ലി വിളിക്കുക. ദൈവം അനുഗ്രഹിക്കുന്നവനെ, ദൈവം ജ്ഞാനം കൊടുത്തവനെ ദൈവം പേര് ചൊല്ലി വിളിച്ചിട്ട് പറയുകയാണ്, ഇവന് ഞാൻ ചില ദൗത്യങ്ങൾ, ചില കഴിവുകളുടെ മികവ് ഞാൻ അവന് കൊടുക്കുകയാ. എന്തൊക്കെയാ? വസ്ത്രം നന്നായിട്ടുണ്ടാക്കാൻ, ആ രത്നങ്ങൾ വെട്ടി പതിപ്പിക്കാൻ എന്ന് തുടങ്ങി പല കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ജ്ഞാനം, ബുദ്ധി, അറിവ്, സകലവിധ സാമർഥ്യങ്ങൾ. എന്തൊക്കെ പറഞ്ഞ? ഒന്ന് ജ്ഞാനം, ബുദ്ധി, അറിവ്, സകലവിധ സാമർഥ്യങ്ങൾ നമുക്ക് ഇതുപോലെ ഉണ്ടാകണം. ജ്ഞാനം ഉണ്ടാകണം, പലതിനെ കുറിച്ചുമുള്ള ജ്ഞാനം. അതെന്താണ്, ഇതെന്താണ്, ഇതെങ്ങനെയാണ്, അതെന്താ, ഇങ്ങനെയുള്ള സകല കാര്യത്തെ കുറിച്ച് ജ്ഞാനം നമുക്കുണ്ടാകണം. അടുത്തത് പറയുകയാണ് ബുദ്ധി. അതെങ്ങനെ പ്രയോജനപ്പെടുത്തണം. പണ്ട് പറഞ്ഞ പോലെ പട്ടിക്ക് തേങ്ങ കെട്ടിയിട്ട് വലിയ പ്രയോജനമില്ല, പൊന്നെടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് ഒരു പ്രയോജനമില്ല. കാരണം അതിന് വേണ്ടത് വല്ല പച്ചമാംസോ വല്ലോ എന്തൊക്കെയാ, അതിനത് വേറെ പൊന്നു കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ കിട്ടിയാൽ എനിക്കതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും? കിട്ടിയാൽ എങ്ങനെ ദൈവനാമോഹത്തിന് ഉപയോഗിക്കുവാൻ കഴിയും? എങ്ങനെ അത് നല്ല സാധ്യതയിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും? നമുക്ക് ബുദ്ധി വേണം. അടുത്ത് പറയണം അറിവ് വേണം. എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിനെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ആദ്യമൊക്കെ കൈമാറാം, ആരോടൊക്കെ പറയാതിരിക്കാം, ഇത് ബന്ധപ്പെട്ട സകല അറിവുകൾ. അടുത്ത് സകലവിധ സാമർഥ്യമുള്ള ഒത്തിരി പേരുണ്ട്. സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സാമർഥ്യമുള്ള സ്ത്രീ. അത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ചിലരുടെ സാമർഥ്യം പലതിനെ നശിപ്പിക്കാനും ഒതുക്കിക്കളയാനും ആയിരിക്കുമ്പോൾ ചിലരുടെ സാമർഥ്യം മറ്റു പലരെ വളർത്തിക്കൊണ്ടുവരുവാനും നല്ല കാര്യങ്ങൾ പറയുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, ആരാധനയോ ആത്മീയമോ ഭൗതികമോ ശാരീരികമോ ഏത് കാര്യമായിക്കോട്ടെ അവിടെയെല്ലാം നല്ല സകല വിധത്തിലുള്ള നല്ല സാമർഥ്യങ്ങൾ ഉപയോഗിച്ച് അതിനെ പ്രയോജനപ്പെടുത്തി കൊണ്ടുവരുവാൻ ഞാൻ ദിവ്യാത്മാവിനാൽ അവരെ ഞാൻ നിറച്ചിരിക്കുന്നു. അപ്പോൾ ആത്മനിറവ് ആ പല ശുശ്രൂഷകൾ പൂർത്തീകരിക്കുവാൻ പര്യാപ്തമാണ്. ഇനി വായിച്ച് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 40-ാം വാക്യം. പുറപ്പാട് 35-ന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് 31-ന്റെ 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അടുത്തൊരു പ്രത്യേകത, പുറപ്പാട് 35-ാം അധ്യായം അതിന്റെ 31 മുതൽ 35 വരെ. മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും
അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവന്റെ മനസ്സിലും ദാനഗോപുരത്തിൽ അഭിസാമാക്കിയ മകനായ ഒഹോലിയാബിന്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവൻ തോന്നിച്ചിരിക്കുന്നു. അടുത്ത പരിപാടി അവൻ സ്വയമായിട്ട് സൃഷ്ടിക്കുവാൻ, ഐഡിയ ഡെവലപ്പ് ചെയ്യുവാൻ കഴിവുള്ളത് പോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും ആ ഒരു പ്രത്യേക ഗുണമാണ്. മറ്റുള്ളവരെ പഠിപ്പിക്കുക, എങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കണം, ഏതെല്ലാം ഭാഗങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, ഏതെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അവർ പോസിറ്റീവായി വളർന്നു വരും, അവരുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യും, അവർക്ക് ആത്മാർത്ഥത ഉണ്ടാകും, അവർക്ക് ഉത്സാഹം ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഒരു അധ്യാപകന പ്രിയ പിതാവ് അല്ലേ, പിതാവ് പഠിപ്പിക്കാൻ അറിയാം. എങ്ങനെ പഠിപ്പിക്കണമെന്നത് നിങ്ങൾ ആ സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും നന്നായിട്ട്. അപ്പോൾ യോഗ്യമാവണ്ണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടമല്ല. ചില മൂഷാട്ട സ്വഭാവമാണ്. ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട്, ഗുരുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മൂഷാട്ട സ്വഭാവമായിരിക്കും. എന്നാൽ ചില അധ്യാപകർ ഭയങ്കര സ്നേഹമാണ്. ഒരു കഴിവില്ലെങ്കിലും പ്രോത്സാഹിപ്പിച്ച് ടീച്ചർക്ക് അറിയാം ഇവർ ഇത്രയും ബുദ്ധിയുള്ളൂ, എന്നാലും നീ ഒന്നും ഗുണം പഠിക്കില്ല ഇല്ലെന്ന് പറയാതെ നിനക്ക് കഴിയും നീ നല്ല മിടുക്കനാ, നിനക്ക് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം സ്കൂളിൽ ചെന്നപ്പോ ഒരു കഴിവില്ലായിരുന്നു, തീരമണ്ടനായിരുന്നു. അതിന് ടീച്ചർ അമ്മേനെ വിളിച്ചെന്ന് പറയാൻ ചെന്നു, എന്തോ എഴുതി കൊടുത്തു. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അമ്മ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ വെറും മണ്ടന. അപ്പോ ഇവന് മനസ്സിലാകാത്തതുകൊണ്ട് ഇവൻ ചോദിച്ചു, എന്താ അമ്മേ അത് എഴുതുന്നത്? അമ്മ പറഞ്ഞു, നീ നല്ല ബുദ്ധിമാനാ, നിന്നെ പഠിപ്പിക്കുവാൻ ടീച്ചർക്ക് കഴിവില്ലാത്ത പറഞ്ഞു. അതവൻ്റെ ഉള്ളിലൊരു വിത്ത് വീഴും. ചില പദങ്ങൾ ചില വിത്തുകളാണ്. ഒരു പദം ഹൃദയത്തിന്റെ അകത്ത് കയറിയാൽ ആ സാധനം അവിടെ കിടന്ന് വളരും. നെഗറ്റീവായിട്ടൊരു പദം ഇട്ട് കഴിഞ്ഞാൽ അതവനെ തളർത്തിക്കളയുമ്പോൾ പോസിറ്റീവ് ഒരു വാക്കിട്ട് കഴിഞ്ഞാൽ അത് കരുത്ത് പിടിച്ചു വളരും. അതുകൊണ്ട് നാം ഉപയോഗിക്കുന്ന പദങ്ങൾ സൂക്ഷിക്കണം. നല്ല പദങ്ങൾ ഉപയോഗിക്കാൻ നാം പഠിക്കണം. ഒരു വിത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തളർന്നിരിക്കുന്നവനെ, നമ്മുടെ ആത്മീയ ശുശ്രൂഷ ഒരു രോഗിയായിരിക്കുമ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കും എന്ന് നല്ല ആർജവത്തോടെ പറഞ്ഞു കഴിയുമ്പോൾ കിടക്കുന്നവന് ഒരു ഉറപ്പാണ്, എന്നെ സൗഖ്യമാക്കുമോ, എന്നെ സൗഖ്യമാക്കും. ആ വാക്ക് കേൾക്കുമ്പോൾ അതുകൊണ്ട് അവൻ വചനമയച്ചവനെ സൗഖ്യമാക്കുന്നു പറഞ്ഞത്. എന്നാൽ നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന വചനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളായതുകൊണ്ട് അത് രോഗിയുടെ മേൽ ചെല്ലുമ്പോൾ ആ വാക്ക് ഹൃദയത്തിന്റെ അകത്തേക്കും തുടർന്ന് ശരീരത്തിന്റെ അകത്തേക്കും അത് വ്യാപരിക്കും. സാധാരണ പറയുന്ന ശൈലി കട്ട് തിന്നുന്ന രുചി കൂടുന്നൊരു പറയും. കട്ട് തിന്നുന്ന രുചി കൂടും. എന്താണ് അതിന്റെ സിസ്റ്റം? ഞാനത് ഇങ്ങനെ പലരും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് എന്നാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഞാൻ കട്ട് തിന്നൊന്നല്ല, ഒരു വസ്തു എടുത്തിട്ട് നമ്മളിങ്ങനെ മറച്ച് നിന്നിട്ട് ആ കാണാതെ നിന്ന് കഴിക്കും. ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോൾ നമ്മളറിയാതെ ശരീരവും ഉണരും. ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ? ആരും കാണരുത് എന്ന് പറയുമ്പോൾ ശരീരം ഉണരുകയും സകല നാഡീഞരമ്പുകളും ഉണർന്നിട്ട് ഈ ഭക്ഷണത്തിന്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അല്ലാണ്ട് മെഷമെല്ലാം കൂടി നേരത്തെ വെച്ച് വലിച്ചു തിന്നു നമ്മുടെ ശരീരം ഉണർന്നതല്ലെങ്കിൽ ഇതിന് വലിയ ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. എന്നാൽ അതേ സാധനം തന്നെ ആരും കാണാതെ കഴിക്കുവാൻ ശ്രമിക്കുമ്പോൾ ശരീരം ഉണരും. ഇതുപോലൊരു സിസ്റ്റമുണ്ട് ശരീരത്തിന്. ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ, വിശദീകരിക്കുന്ന അത് തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ദൈവത്തിന്റെ ശബ്ദം എങ്ങനെ ഒരു വ്യക്തിയെ സ്വാധീനിക്കുമെന്നുള്ളതൊക്കെ അതിന്റെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഭാഗത്തൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുകയാണ്. ജ്ഞാനാത്മാവിന്റെ നിറവിനാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിനാൽ അടുത്തൊരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്, പഠിപ്പിച്ചുയർത്തുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകും, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. ഇവിടെ യേശുക്രിസ്തുവിന്റെ
പറ്റി പറയുകയാണ്. പൈതൽ വളർന്നു. അങ്ങനെയെങ്കിൽ ശാരീരികമായൊരു വളർച്ചയുണ്ട്. ശാരീരികമായ വളർച്ച. എല്ലാ മനുഷ്യനും ശാരീരികമായ നല്ല വളർച്ച ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആരും ഉരുട്ടുപിടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത് ശാരീരികമായ വളർച്ച മാത്രമല്ല, മാനസികമായ വളർച്ചയുണ്ട്. ജ്ഞാനം കിടക്കുന്ന അവിടെയാ, മനസ്സിലാ. അപ്പോൾ ദേഹത്തെ സംബന്ധിച്ച് മാംസവും മനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദേഹിയെ സംബന്ധിച്ച് ജ്ഞാനവും ഉണ്ട്. അവർ ജ്ഞാനത്തിൽ വളരുവാൻ തുടങ്ങി. കാര്യങ്ങളെ, കൊച്ചുകുട്ടികളെ വർക്ക് പറഞ്ഞു. ഞാൻ പറയുന്നു, കൊച്ചുകുട്ടികളെ ചെറുതായിട്ട് കാര്യങ്ങൾ പറഞ്ഞു 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 കൊടുത്ത് വളർത്തിക്കൊണ്ട് വരണം. ഞാൻ പച്ചക്കറിലാണെങ്കിൽ എൻ്റെ പെങ്ങളുടെ ഒരു കൊച്ചുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. രാവിലെ എഴുന്നേൽപ്പിക്കില്ല പെങ്ങൾ. അപ്പോൾ അവൾക്കവിടെ പണിയെടുക്കാനുള്ളതുകൊണ്ട് കൊച്ചവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. അന്ന് ഞാൻ ചെന്ന് ചുമ്മാ ഇക്കിളിയാക്കും. ഞാൻ ചുമ്മാ ചെന്ന് ഇക്കിളിയാക്കി അവനെ എഴുന്നേൽക്കും. അതിന് ഞാൻ നല്ല ചിരി, ആഹാ എന്ന് പറഞ്ഞ് വെറുതെ ചിരിക്കും. കുറച്ച് പല പ്രായം ചിരിച്ചു അവനും ഒന്നും ചിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഞാനൊരു ചിരിപ്പിച്ച് എഴുന്നേക്കാൻ വേണ്ടി അങ്ങനെ എഴുന്നേൽപ്പിച്ച് അവനെ മുറ്റത്ത് കൊണ്ടുപോയി ഞങ്ങളൊക്കെ ഒരുമിച്ചിരുന്നു. പല്ല് പല്ലേക്കണൊക്കെ പറഞ്ഞു കൊടുത്ത്, കണ്ടോ ഇങ്ങനെ പല്ലേക്കണം, ഇങ്ങനെ പല്ലേക്കണം, പല്ലിന്റെ മോള് തേക്കണം, മടി തേക്കണം, ഇങ്ങനെയാണ് തേക്കേണ്ടത്, ഇങ്ങനെ തേച്ചുള്ള ഗുണങ്ങൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോന്നും ഭയങ്കര രസകരമായിട്ട് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമാണ് പ്രാർത്ഥിക്കാൻ കൊണ്ട് കൂടിയിരുത്തും. അങ്ങനെ ഞാൻ പഠിച്ചിട്ടുള്ള പല അറിവുകളും ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. കുറേശ്ശെ പറഞ്ഞു കൊടുക്കും. ആ പറഞ്ഞു കൊടുക്കുന്ന എല്ലാം അവൻ്റെ ഉള്ളിലോട്ട് കയറും. അതിനനുസരിച്ച് ഞാൻ വളർത്തും. എന്നാൽ പെങ്ങള് തന്നെ ഒന്ന് കളക്കി കളഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ഉപേക്ഷിച്ചു ആ കേസ്. ഇല്ലെങ്കിൽ അവനൊരു 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്കും ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലവാരത്തേക്ക് വളർന്നു വന്നേനെ. എനിക്കറിയാം എങ്ങനെ വളർത്തേണ്ടതെന്ന് നല്ല രീതിയിൽ അറിയാം. കുഞ്ഞുങ്ങളെ നല്ല ഉത്സാഹത്തോടെ വഴക്ക് പറഞ്ഞ് അങ്ങനൊന്നും പറയാതെ നല്ല രീതിയിൽ ചിരിച്ച് കളിപ്പിച്ച് സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളർത്തിക്കൊണ്ടിരണം. അങ്ങനെ വളർത്തിയാൽ നല്ല രീതിയിലും അവന്റെ ബ്രെയിൻ എല്ലാം ഗ്രാസ്പ് ചെയ്യും. നമ്മളെങ്ങനെ പെരുമാറുന്നുവോ, നമ്മളെന്ത് വിതയ്ക്കുന്നുവോ അത് തന്നെയാണ് അവർ വളരുന്നത്. നമ്മൾ ദേഷ്യമാണ് വിതയ്ക്കുന്നതെങ്കിൽ ദേഷ്യമാണ് അവരിലുണ്ടാകുന്നത്. നമ്മൾ സന്തോഷമാണ് വിതയ്ക്കുന്നതെങ്കിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത്. നമ്മൾ കുഞ്ഞുങ്ങളോട് അങ്ങനെ പെരുമാറി നോക്കിക്കേ, അത് തന്നെ തിരിച്ചു വരും. ശിക്ഷിക്കേണ്ടെന്നല്ല പറഞ്ഞു, ചില അപൂർവമായ ചില കേസുകളിൽ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും. എന്നാലും നല്ല കാര്യങ്ങൾ ഭംഗിയായി വർണ്ണിച്ച് മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കുക. കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങൾ വളർന്നു വന്നത് മുത്തച്ഛന്മാരുടെയും മുത്തശ്ശിമാരുടെയും ഒക്കെ അടുത്തിരുന്ന. അവരുടെ പ്രത്യേകത എന്തുവാ? അവർക്ക് കുഞ്ഞുങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ അറിയാം. അവർ കണ്ടോ, ഇത് കണ്ടോ, അല്ലെങ്കിൽ ഈ കഥ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കും. കൊച്ചുങ്ങളുടെ ഉള്ളിൽ നല്ലൊരു ഭാവനാലോകം വളരും. ആ ഭാവനയിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് അതൊക്കെ കയറ്റി വയ്ക്കും. നല്ല രീതിയിൽ കയറ്റി വയ്ക്കും. ആ കേൾക്കുന്ന ചിന്തകൾ മുഴുവൻ ആ കുഞ്ഞിന് അടുത്ത സമയത്ത് ജീവിക്കുവാനുള്ള പ്രായങ്ങൾ, വളർന്നു വരുന്ന പ്രായങ്ങളിൽ അതത് പ്രായങ്ങളിൽ എങ്ങനെ പെരുമാറാൻ കഴിയുമെന്നുള്ളത് പഠിപ്പിച്ചു വയ്ക്കും. ഇന്ന് മൈക്രോ ഫാമിലിയാണ്. അപ്പനും അമ്മയും മക്കളും. അപ്പൻ നേഴ്സറി അല്ലെങ്കിൽ അപ്പനും അമ്മയും ജോലിക്ക് പോകും, മക്കളെ നേഴ്സറി കൊണ്ടുവിടും. അവിടെ പഠിപ്പിച്ചില്ല. എന്നാൽ നല്ല കുടുംബത്തിൽ ഗ്രാൻഡ് പാരൻസ് കൊച്ചു കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളരുവാൻ പരിശീലിപ്പിച്ചും സന്തോഷിപ്പിച്ചും വളർത്തിക്കൊണ്ടുവരും. ഓരോന്നും തെറ്റും ശരിയും പറഞ്ഞെടുക്കും. അത് തെറ്റ്, ഇത് ശരി, ഇങ്ങനെ ചെയ്താൽ ഇന്ന ഗുണം, ഇങ്ങനെ ചെയ്താൽ ഇന്ന ദോഷം, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ കുഞ്ഞു മനസ്സിലോട്ട് ആശയങ്ങൾ കയറും. ആശയങ്ങൾ അവിടെ കിടക്കും. അവർ പിന്നെ ഏതെങ്കിലും കാര്യത്തിൽ വേറെ ഈ തെറ്റിനെ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെയല്ല, തെറ്റാണെന്ന് പറയും. ആ പറയുവാനുള്ള പ്രാപ്തി അവർക്കുണ്ടാകും. കുഞ്ഞു അടുത്ത തലമുറയെ വളർത്തുന്നത് അങ്ങനെയാണ്. ദൈവസഭയെ വളർത്തുന്നത് അങ്ങനെയാണ്. പ്രായമുള്ളവർ അങ്ങനെ വളർത്തണം. പ്രായമുള്ളവർക്ക് ജ്ഞാനം ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഉള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയെ വളർത്തണം, കുടുംബത്തെ വളർത്തണം, തലമുറകളെ വളർത്തണം. പരിജ്ഞാനത്തിൽ, വിവേകത്തിൽ, അത് എല്ലാ കാര്യത്തിലും നിങ്ങൾ വളർന്നവരായിട്ട് മാറണം. ഇവിടെ പറഞ്ഞു വളർന്നു, ശാരീരികമായി വളർന്നു, ജ്ഞാനത്തിൽ വളർന്നു. അടുത്തത് ദൈവകൃപയിൽ, അല്ലേ? ദൈവകൃപ എന്നതല്ലേ വായിച്ചത്? ആത്മാവിൽ ബലപ്പെട്ടു. മനുഷ്യൻ ബലപ്പെടുവാൻ തുടങ്ങി. ആത്മതലം ബലപ്പെട്ടു. എന്താ ആത്മതലത്തിലുള്ള പ്രത്യേകത?
ശരീരം ഭക്ഷണവും പാനം ചെയ്യുമ്പോൾ, ദേഹി ബുദ്ധി അറിവുകൾ ആർജിക്കുമ്പോൾ ആത്മതലത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ് സ്ഥാപിക്കപ്പെടുന്നത്. ആത്മാവിലാണ് മനുഷ്യൻ ദൈവം ഇടപെടുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്. മനുഷ്യൻ ദേഹം, ദേഹി 3 ഘടകങ്ങളുണ്ട്. ദേഹി മനുഷ്യനെ സ്വാധീനിച്ചാൽ, ദേഹി ആത്മാവിനെ കീഴടക്കിയാൽ ഈ ലോകത്തിന്റെ ജഡപ്രകാരമുള്ള ഇച്ഛയ്ക്കനുസരിച്ച് അവർ ജീവിക്കും. എന്നാൽ ആത്മാവാണ് ദേഹിയെയും ദേഹത്തെയും നയിക്കുന്നതെങ്കിൽ, കീഴടക്കുന്നതെങ്കിൽ അവൻ ദൈവ മനുഷ്യനായിട്ട് ജീവിക്കും. കാരണം ആത്മാവിൽ ദൈവ സാന്നിധ്യം, ദൈവം സ്വർഗത്തിൽ ആത്മാവിനെ സൃഷ്ടിച്ച് ഭൂമിയിൽ മനുഷ്യൻ ഊതി കയറ്റിയതായതുകൊണ്ട് ഈ ആത്മതലം തുറക്കപ്പെട്ടെങ്കിലേ ദൈവവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ആത്മാവിൽ വളരണമെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയിലൂടെ, പാട്ടിലൂടെ, ആരാധനയിലൂടെ, വചനധ്യാനത്തിലൂടെ എല്ലാം നമ്മൾ റിച്ചായിട്ട് മാറും അതിൻ്റെ ആത്മതലത്തിൽ. അപ്പോഴാണ് അവരൊരു ആത്മമനുഷ്യനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ആത്മീകൻ എന്ന് പറയുന്നത്. അപ്പോൾ അവൻ യഥാർത്ഥ ആത്മീകനായിട്ട് മാറും. അവന്റെ ആത്മതലത്തിൽ ദൈവം വളരുമ്പോൾ. അടുത്തത് പറയാ, ദൈവകൃപയും അവന്റെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപ. എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ കൃപ ഉണ്ടാകുന്നത്? നമ്മളുടെ ഒരു കൊച്ചുകുട്ടി, ഇവിടെ ഒരു 4-5 വയസ്സുള്ള പ്രായമുള്ള കുഞ്ഞുണ്ടെന്നിരിക്കട്ടെ. ആ കുഞ്ഞിന്റെ സ്വഭാവം വളരെ മോശമാണെന്നിരിക്കട്ടെ. ഞാനിങ്ങനെ വെള്ള മുണ്ട് കൊടുത്തുകൊണ്ട് കയറിയിടുമ്പോൾ അവിടെ നിന്ന് മഷക്കുപ്പി വെല്ലുമെടുത്തിട്ട് എനിക്കിട്ട് എൻ്റെ ദേഹത്തോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ, ആ നിറം മുഴുവൻ എൻ്റെ ദേഹത്ത് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ കുഞ്ഞിനോടുണ്ടാകുന്ന മനോഭാവം, സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ കുഞ്ഞിനോടുള്ള മനോഭാവം എന്തുവാണ്? വടക്ക് കേട്ട കൊച്ചു, അനുസരണമില്ലാത്ത, കുരുത്തം കെട്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത, അല്ലേ? എന്നാൽ ഞാൻ കയറി വന്നു, എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് ദാഹമുണ്ട്, ഞാൻ ചോദിച്ചില്ല. കയറി വന്ന ഭവനത്തിന്റെ മാനേഴ്സ് അനുസരിച്ച് ആ കുഞ്ഞൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ കൊള്ളാം, മനസ്സിലിത്തിരി വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ചു. നല്ല കൊച്ച്, അങ്ങനെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഉള്ളിൽ നിന്നൊരു കൃപ അങ്ങോട്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? ആവശ്യ സമയത്ത് നല്ല രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് ഇറങ്ങും. അവിടെ വേറെ ഭാഗത്തുണ്ട്, ദൈവത്തിന്റെ കൃപയിലും മനുഷ്യന്റെ കൃപയിലും വർദ്ധിച്ചു വന്നൊരു പ്രയോഗമുണ്ട്. യേശുക്രിസ്തു ദൈവത്തിന്റെ കൃപയിലും വർദ്ധിച്ചു വന്നു, മനുഷ്യന്റെ കൃപയിലും വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് എങ്ങനെ പെരുമാറണം, മനുഷ്യരോട് എങ്ങനെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. അല്ലെങ്കിൽ യേശു അതിൽ വർദ്ധിച്ചു വന്നു. നമ്മളും വർദ്ധിച്ചു വരണം. ദൈവാരാധനയിൽ വന്നാൽ ദൈവം നമ്മിൽ പ്രസാദിക്കത്തക്ക നിലവാരത്തിൽ നമ്മുടെ പെരുമാറ്റ രീതികൾ ദൈവസന്നിധിയിൽ വർദ്ധിച്ചു വരണം. നമ്മുടെ സ്തുതി, ആരാധന, പ്രാർത്ഥന, സാക്ഷ്യം, ദൈവവചന ശ്രവണം, അനുസരണം എന്നിവയെല്ലാം നാം വളർന്നു വന്നാൽ നമ്മിലേക്ക് ദൈവത്തിന്റെ കൃപ പകരുവാനിടയായി തീരും. ദൈവത്തിന്റെ കൃപ നമ്മിൽ നിറഞ്ഞപ്പോൾ മറിയയെ കുറിച്ച് എന്താ പറഞ്ഞത്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഒരു ദൂതൻ ഇറങ്ങി നിന്ന് മറിയയുടെ അടുത്ത് വന്ദനം പറയണമെങ്കിൽ, എങ്ങനെ വന്ദനം പറയണമെങ്കിൽ? കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് വന്ദനം പറയണമെങ്കിൽ അവൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആ രീതിയിലുള്ള ഒരു മാനേഴ്സ്, ഒരു പെരുമാറ്റ രീതി മറിയയിലുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ വളരട്ടെ. ഏത് മനുഷ്യരോട് അടുത്ത് ചെന്നാലും അവരുടെ മനുഷ്യരുടെ കൃപ ലഭിക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ കൃപ ലഭിക്കത്തക്കവണ്ണം നല്ല മാതൃകകളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. നല്ല ബിഹേവിയർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതിന് പഠിക്കണം, പറഞ്ഞു കൊടുക്കണം, പരിശീലിപ്പിക്കണം, എല്ലാ കാര്യത്തിലും ഉത്സാഹത്തോടെ നിൽക്കണം. അങ്ങനെ ചെയ്താൽ നാം ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് മാറും. ഈ സഭാ വളർച്ചയിൽ ഇതൊക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് കേട്ടോ. ഒരു ദേശത്ത് ഒരു സഭ മാതൃകയുള്ള സഭയായിട്ട് മാറുമ്പോൾ ലോകം വീക്ഷിക്കുന്നുണ്ട്, നാട്ടുകാരും വീക്ഷിക്കുന്നുണ്ട്. അപ്പുറത്തെ സഭയുണ്ട്, ഇപ്പുറത്തെ ഒരു സഭയുണ്ട്, അങ്ങപ്പുറത്തെ സഭയുണ്ട്. ഏത് സഭയിലോട്ട് ഏത് സഭയ്ക്കാ മാതൃകയുള്ളേ? അത് ചർച്ച ചെയ്യുന്നിട്ടല്ല തിരിച്ചറിയുന്നത്. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ആളുകളുമായിട്ട് പെരുമാറുമ്പോൾ ഇവന്റെ പെരുമാറ്റത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന് നമ്മളെ കുറിച്ച് പറയണം. ഒരിക്കൽ ഞാൻ ലുങ്കി കൊടുത്ത് മീൻ വാങ്ങിക്കാൻ വേണ്ടി ചെന്നു.
ഞാനൊന്നും മിണ്ടിയില്ല. അവിടെ ചെന്ന് നിങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ അവിടെ മിണ്ടണ്ടില്ല. അവിടെ ഒരു പെൺകുട്ടിയിൽ നിന്ന് ആളോട് സംസാരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി എന്നെ തിരിഞ്ഞു നോക്കി. അതിനകത്തൊരു പ്രായമുള്ള എന്നെ തിരിഞ്ഞു നോക്കിയിട്ട് സാറാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേന്നു. എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. എന്നെ മനസ്സിലായെങ്കിൽ എനിക്കറിയാം, ഞാൻ സ്വന്തം ഈശ്വരൊക്കെ ഷെയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ മനസ്സിലായി? അത് പെരുമാറ്റം കണ്ടറിയാമോ? എന്റെ പെരുമാറ്റം, ഞാൻ അവിടെ ഒന്നും പെരുമാറിയില്ല. ഞാൻ അവിടെ മിണ്ടാണ്ട് നിന്നോളൂ. കാരണം അവര് വർത്തമാനം കഴിയട്ടെ, ഞാൻ മാറ്റിട്ട് പോവാം എന്നിട്ട് രീതിയിൽ അവിടെ പെരുമാറുന്നത്. പക്ഷെ നമ്മളവിടെ നിന്നപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാനൊരു പെന്തക്കോസുകാരനാണെന്നുള്ള ബോധ്യം തന്നെ ഹൃദയത്തിൽ ഉരുവായി വന്നു. അപ്പൊ നമ്മളെ കുറിച്ചുള്ള സാക്ഷ്യം എവിടെ പോയാലും വസ്ത്രം കൊണ്ട്, ഭാഷ കൊണ്ട്, ശൈലി കൊണ്ട്, ഉത്സാഹം കൊണ്ട് നമ്മെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉത്സാഹത്തോടെ ചെയ്യണം. അപ്പോൾ മനുഷ്യന്റെ ഒരു കുഴപ്പമില്ല, ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചാൽ ആ ദൗത്യം ഏൽപ്പിച്ചാൽ നന്നായിട്ട് ചെയ്യുമെന്ന് സാക്ഷ്യം വരണം. പിന്നെ കാര്യം അത് ആരെ ഏൽപ്പിക്കുക? ഒന്നിനെ ഏൽപ്പിക്കണ്ട, ഒന്നും പ്രയോജനം എന്ന് പറയരുത്. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി, ഒരു പെന്തക്കോസ്തുകാരൻ വിദ്യാർത്ഥി ദൈവ പൈതൽ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലും ഉത്സാഹത്തോടെ നിൽക്കുമ്പോൾ അധ്യാപകർ പറയണം, പെന്തക്കോസ്തുകാരൻ മാതൃക നോക്ക്, അങ്ങനെ ജീവിക്കുക. ആരോ ഒരു അലവലാതി സംഭവം നടന്നപ്പോ എന്നെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു. അപ്പോ എൻ്റെ അയൽവാസികളായ കത്തോലിക്കരായ എൻ്റെ കൂടെ പഠിക്കുന്ന, എൻ്റെ ക്ലാസ്സിലല്ല ഏതാണ്ട് സെയിം ടൈം പഠിച്ചു പോകുന്ന, അവനൊന്നും പെന്തക്കോസ്തുകാരനാ, അവനൊന്നും ആ പരിപാടിക്ക് നിൽക്കില്ല കേട്ടോ, അങ്ങനത്തെ ഉള്ളവനല്ല. അങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് വളർന്നു വന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ലോകം സാക്ഷ്യം പറയും. അവൻ പെന്തക്കോസ്തുകാരനാണ്, നിങ്ങൾ പറഞ്ഞ പോലെ അല്ല. സാക്ഷ്യത്തിൽ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ആത്മാക്കളെ മുന്നോട്ട് നയിക്കുന്നതിന്റെ ഒരു ഘടകം. സുവിശേഷം പറയുന്നുണ്ട്, ദൈവിക വിടുതൽ നടക്കുന്നുണ്ട്, ജീവിതത്തിൽ നല്ല സാക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ സാക്ഷ്യങ്ങൾ വർദ്ധിച്ചു വരണം. ക്രമമുള്ള ജീവിതം, മാതൃകയുള്ള ജീവിതം, മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക, എന്തിന്? ദൈവത്തിങ്കിലേക്ക്, നല്ല മാതൃകയ്ക്ക് ആകർഷിക്കത്തക്ക. ആകർഷണം പല കാര്യങ്ങളുണ്ട് കേട്ടോ, മോശപ്പെട്ട പല കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. നല്ല കാര്യങ്ങൾക്ക് നാം മാതൃകയുള്ളവരായിട്ട് മാറണം. ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ പറയും, ബൈബിള് കയ്യിൽ പിടിച്ച് വരണം, അന്ന് നടക്കുക, അധികം ദൂരം നടക്കുക. ഇന്നിപ്പോൾ വാഹനമാണ് കവറിനകത്തോട്ട് തിരിച്ചറിയില്ല. എങ്കിലും നാം നടന്നു വരുമ്പോൾ ഒരു ദൈവ വൈദ്യല പോകുന്നതെന്ന് നമ്മെക്കുറിച്ച് ബോധ്യമാണ്. നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ പെരുമാറ്റം, നഗ്നത പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ഒരു ദൈവ വൈദ്യൽ ധരിക്കരുത്. ഇന്നലെ പാസ്റ്റർ പറഞ്ഞു, എല്ലാവർക്കും ഞാൻ കൈവച്ച ഇതൊന്നും വരില്ല. പറഞ്ഞിട്ടെ കാര്യം എന്താണെന്ന് അറിയാമോ? ജീവിതത്തിൽ നല്ല മാതൃക വേണം. വസ്ത്രത്തില്, ഭക്ഷണത്തില്, എന്തും കിട്ടിയ വാരി വലിച്ചതിന് വേണ്ട. ഞാൻ പലതും കഴിക്കാറില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരുത്തന്റെ മേശത്തെ ആഹാരം ഞാൻ കൊതിച്ചിട്ടില്ല, ഇന്ന് വരെ കൊതിച്ചിട്ടില്ല. ഞാൻ ആ കൊതിയില്ലാതെ ജീവിക്കാൻ പഠിച്ചതാ. വീട്ടിൽ സമ്മതമായിട്ടുണ്ടായിരുന്നത് ആ വിഷയം. എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങിയത്തോളം ഇറച്ചി, മാംസമൊന്നും നിങ്ങളുടെ ഒന്നും വീട്ടിൽ കയറി ഇറങ്ങിയിട്ടില്ല. ടണ്ണ് കണക്കിന് കയറി ഇറങ്ങിയിട്ടുണ്ട്, ടണ്ണ് കണക്കിന്. ഒരു 20 വർഷത്തിനുള്ളിൽ തന്നെ ശരാശരി ഒരു 25 ടണ്ണ് ഇറച്ചിയെങ്കിലും എൻ്റെ വീട്ടിൽ കൂടെ കയറിയില്ല. ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. എൻ്റെ അമ്മ കഴിക്കില്ലായിരുന്നു, എൻ്റെ പെങ്ങൾ, ഞാൻ കഴിക്കാത്തതുകൊണ്ട് എൻ്റെ അമ്മയും കഴിക്കൽ നിർത്തി, എൻ്റെ പെങ്ങളും കഴിക്കില്ലായിരുന്നു, ഫാദർ മാത്രമേ ഇറച്ചി കഴിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും മേൽത്തരമായത് ഞങ്ങളുടെ വീട്ടിലൂടെ നന്നായിട്ട് കയറി. ഇതെന്നാ എൻ്റെ മേശപ്പുറത്ത് കയറ്റി നിരത്തി വെച്ചാലും എനിക്കൊന്നും ഇതിനൊരു ആസക്തിയില്ല. വായിന് ചിലപ്പോൾ വെള്ളം മതി, കാരണം സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ, ഏത് സ്മെല്ലും മസാലയുടെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ ശരീരം ഉത്തേജിപ്പിക്കും, നമ്മളറിയാതെ ഉത്തേജിപ്പിക്കും. അത് നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ അത്ര വലിയ പരിശീലനം കൂടുതലല്ല, പരിശീലിപ്പിക്കാൻ പറ്റും. ഇതൊന്നും സ്വാധീനിക്കില്ല. അപ്പോൾ മറ്റൊരുത്തന്റെ ഭക്ഷണം പോലും, ജീവിതം പോലും, ശൈലി പോലും, എല്ലാത്തിലും നമുക്കൊരു വ്യത്യസ്തത. നമ്മുടെ വ്യത്യസ്തതയാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തരാക്കി മാറ്റുന്നത്. ഞാൻ പലപ്പോഴും ലളിതമായ വസ്ത്രധാരണത്തിലൂടെ ഞാൻ പലപ്പോഴും നടക്കാറുണ്ട്. പക്ഷേ ആരും കാണുമ്പോൾ ചിലപ്പോൾ ഒന്നും തോന്നില്ല.
കഴിഞ്ഞ ദിവസം ഒരാളെ കണ്ടു. ഞാൻ വിചാരിച്ചു അദ്ദേഹം വലിയ ഉയർന്ന എന്തോ റാങ്കിലുള്ള നല്ല നല്ല ഡ്രസ് സെറ്റപ്പായിട്ടാണ്. പക്ഷെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തീരെ താഴ്ന്ന ഒരു ജോലി. ഞാൻ അതിൽ അങ്ങനെ വിഭാഗിക്കല്ല കേട്ടോ, വേറെ കാണുമ്പോൾ വലുതായിട്ട് തോന്നും, പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ ഒന്നുമില്ല. കാണുമ്പോൾ വലുതായിട്ട് തോന്നിയില്ലെങ്കിലും അടുത്ത് ചെല്ലുമ്പോൾ ആഴത്തിലോട്ട് അടുക്കും തോറും ഇതിന്റെ ആ വ്യാപ്തിയുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ വളരണം. അടുത്തത് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാം വാക്യം. പരിശുദ്ധാത്മാ ലൂക്കോസ് 2:47 കൂടെ വായിച്ചേ. ലൂക്കോസ് 2:47. അവന്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. ആരുടെ വാക്ക് കേട്ടപ്പോൾ? യേശുവിന്റെ വാക്ക് കേട്ടപ്പോൾ. യേശുവിന് എത്ര വയസ്സുണ്ടായിരുന്നു? 12 വയസ്സ്. 12 വയസ്സുള്ള എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറഞ്ഞ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചന്റെ വാക്ക്. എല്ലാവർക്കും വിസ്മയം തോന്നുമാറ് ജ്ഞാനം പോവുക. ആരാ? പരീക്ഷന്മാരും ശാസ്ത്രന്മാരും ഉയർന്ന തലത്തിലുള്ളവരും അവരിരിക്കുക. അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുന്നേ. അവരുടെ ബ്രെയിൻ വിസ്മയിക്കത്തക്ക നിലവാരത്തിൽ കാര്യങ്ങള് തലനാരിനെ കീറി മുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ഇത്രയും ജ്ഞാനമോ അവർ വിസ്മയിച്ചു പോയി. നമ്മളോട് അടുക്കുമ്പോൾ ഇങ്ങനെയാ പല അനുഭവങ്ങളിലും. ദൈവം അറിവ് വർദ്ധിപ്പിക്കും, ജ്ഞാനം വർദ്ധിപ്പിക്കും, കൃപ വർദ്ധിപ്പിക്കും, ദൈവ കൃപാവരങ്ങൾ വർദ്ധിപ്പിക്കും. ഇതെല്ലാം നമുക്ക് നൽകി തരും. പക്ഷേ അതിന് യോഗ്യമായി നാം അനുസരിച്ച് നടക്കാൻ തയ്യാറാകണം. ഇനി എഫെസ്യ ലേഖനം അപ്പോസ്തലപ്രവൃത്തി 2:4-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2:4. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. പറയുക, ആത്മനിറവ് വരുമ്പോൾ അടുത്തത് അന്യഭാഷകളിലേക്ക് കയറുക, മറുഭാഷയിലേക്ക് കയറുക, പല ഭാഷയിലേക്ക് കയറുക. ദൈവത്തിന്റെ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രാപ്തിയുള്ള നല്ല വ്യക്തിത്വങ്ങളായി ദൈവവുമായി ഡയറക്റ്റ് ബന്ധത്തിലേക്ക് അങ്ങ് കയറി കണക്ട് ചെയ്യുക. ഇപ്പോൾ ഭാഷ മാറി, ശൈലി മാറി, ദൈവത്തിന്റെ ദൂതുകൾ പറയത്തക്ക നിലവാരത്തിൽ ഒരു പരിചയമില്ലാതെ നിന്ന് സംസാരിക്കുമ്പോൾ ആ വ്യക്തികളെ വിവേചിക്കുന്ന, ആത്മാവിനെ വിവേചിക്കുന്ന, പറയുന്ന വിഷയം അവർ സംസാരിക്കുന്ന വിഷയമാണെങ്കിലും നമ്മളതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ, മറുപടി കൊടുക്കുമ്പോൾ, റിപ്ലൈ കൊടുക്കുമ്പോൾ ഇത് അവരെയൊക്കെ അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന്, വേരുപോലെ ഇറങ്ങിച്ചെന്ന് ഹൃദയത്തിൻ്റെ അകത്തേക്ക് ആത്മനിറവിൽ അത് നടക്കും. പരിശുദ്ധാത്മ നിറവ് നിങ്ങൾ ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മ നിറവ് നിങ്ങൾ പ്രാപിച്ചാൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ അതുപോലെ ഇറങ്ങിച്ചെല്ലും. അത് ആത്മാവ്, ഭാഷയെ കൊടുക്കുന്ന ആത്മാവ്. ഇനി എഫെസ്യർ 5:18 വാക്യം വായിക്കുമ്പോൾ വീണ്ടും വിശദീകരണം പറയുക. അനുഭവങ്ങളാ, ഓരോ ഘടകങ്ങൾ വായിച്ച 5:18. അതിനാൽ ദുർനടപ്പുണ്ടാകും, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നത് ആത്മാവ് നിറഞ്ഞവരായി. ഇത് പറയാ. അടുത്തത് ആത്മനിറവിന്റെ അനുഭവം എന്താ? വായിച്ചേ. ഇതാ ദൈവത്തിന് സങ്കീർത്തനം പാടുന്നു. സങ്കീർത്തനം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം സത്കീർത്തനം എന്നാണ്. പാട്ടുകളെന്നും കീർത്തനമെന്നും 2 രീതിയിലെ ഗാനങ്ങൾ തിരിച്ചിരിക്കുന്നത്. അതിൽ പാട്ടുകൾ എന്ന് പറയുന്നത് പൊതുവായതും കീർത്തനങ്ങളൊന്നും ദേവസ്തുതിപരമായിരിക്കുന്ന ഗാനങ്ങൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കീർത്തനങ്ങൾ ദേവസ്തുതി ഗീതങ്ങൾ, ദേവസ്തുതിപരമായ ഗാനങ്ങൾ. ഇനി ആ കീർത്തനങ്ങൾ പോലും സം എന്ന ഒരു പദം കൂടി അതിൽ ചേർത്തു. സംകീർത്തനം, ഉത്തമമായ കീർത്തനങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായ കീർത്തനങ്ങൾ, ആർക്കും പാടുവാൻ കഴിയാത്ത, ആലോചിക്കുവാൻ കഴിയാത്ത അത്രയും ആഴമുള്ള കീർത്തനങ്ങൾ സങ്കീർത്തനങ്ങളാൽ. അടുത്തത് ദൈവത്തെ സ്തുതിക്കുവാൻ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ കടന്നു വന്നാൽ സ്വതന്ത്ര ആരാധിക്കും. പരിശുദ്ധാത്മാവ് തന്നെ സ്തുതിക്കാൻ തുടങ്ങും, തന്നെ ആരാധിക്കാൻ തുടങ്ങും. ഒരുവന് ആത്മനിറവുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ ഇത് നോക്കി ശ്രദ്ധിച്ചാൽ മതി.
നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ദൈവ സന്നിധിയിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത് നിങ്ങളുടെ വരുന്ന സ്തുതികളാണ്, സ്തുതികളും സ്തോത്രങ്ങളാണ്. അടുത്തത് ആത്മീയ ഗീതങ്ങളാരും അടുത്തത് ആത്മപ്രചോദനമായ സംഭാഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ വന്നൊരു പ്രബോധിപ്പിച്ചാൽ മറ്റൊരുത്തിനും ആത്മാവിൽ ഉത്തേജനം ഉണ്ടാകും. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരെ വളർത്തുന്നതാണ്, സന്തോഷിപ്പിക്കുന്നതാണ്, ഉത്സാഹിപ്പിക്കുന്നതാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ആത്മനിറവിന്റെ റിസൾട്ടാണിത്. അടുത്തത് ആത്മപ്രചോദനമായ സംഭാഷണങ്ങൾ. അടുത്ത് ഹൃദയത്തിൽ പാട്ടുകൾ. ഹൃദയത്തിൽ പാടുക. വെറുതെ നടക്കുമ്പോൾ പാട്ട് പാടുക എങ്ങനെയാ സാധിക്കുന്നത്? സന്തോഷമുള്ളതിന് പാട്ട് പാടാൻ പറ്റുള്ളൂ. ഹൃദയത്തിന്റെ അകത്ത് സന്തോഷമുണ്ടെങ്കിൽ നല്ല ആത്മനിറവിന്റെ ഗാനങ്ങൾ വരും. ഈ ഞാൻ പറഞ്ഞ മരിച്ച ഒരാൾ വെച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ അമ്മ 2 മരിച്ചവരെ 45 വർഷം മുമ്പ് പ്രാർത്ഥിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ വിശ്വാസം അങ്ങനെ എത്തിച്ചു. അവര് മിനിമം ലെവൽ അതാ, അന്നത്തെ പുസ്തകത്തിന്റെ മിനിമം ലെവൽ അതാ. അപ്പോൾ എൻ്റെ അമ്മ മുറ്റത്തോടെയൊക്കെ നടക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടി നടക്കും. അതിനൊരു പാട്ട് സാധാരണ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇന്നൊക്കെ സാധാരണ ഈ ടോണിൽ ഇങ്ങനെയുള്ള പാട്ടുകളാണ് പാടുന്നത്. എന്നാൽ അന്ന് അങ്ങനെയല്ല പാടുന്നത്. മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനുയിലേക്കിയ ദൈവശബ്ദം ഇന്നും നിന്നിൽ മുഴങ്ങിടട്ടെ. മരിച്ചവനായിരുന്നു, നാറ്റം വെച്ചിരുന്നു, അവനുയിലേക്കിയ ദൈവശബ്ദം ഇന്നും നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകൾ അഴിയട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരിക. ദിവസങ്ങളുടെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ കൈമാരെ ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസനത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ കൈമാരെ ക്രൂശിൽ മരിച്ചുവല്ലോ. ഇങ്ങനെ ഈ ശക്തമായ ഗാനങ്ങൾ ആത്മനിറവിൽ പാടിക്കൊണ്ട് നടക്കുന്നത് കേട്ടാ ഞാൻ പഠിച്ചത്. അപ്പൊ നമ്മുടെ ഉള്ളിലോട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിലേക്ക് ഒരു ജീവൻ ഇടിച്ചു കയറി വരും. എന്നാൽ മരിച്ചവരെ പോലെ ഉയർപ്പിക്കുവാൻ തക്ക ഒരാത്മശക്തിയിലേക്ക്, നിറവിലേക്ക് ആ ഗാനങ്ങൾ കയറി വരും. എപ്പോൾ? ഹൃദയത്തിൽ പാടുമ്പോൾ. ഹൃദയത്തിൽ പാടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഗാനങ്ങൾ കയറി വരുന്നത് അയ്യോ നശിച്ചു പോയെന്നോ, തകർന്നു പോയെന്നോ, രക്ഷിക്കാൻ വേറെ മാർഗമില്ലെന്നോ എന്നൊന്നുമല്ല. ജീവിപ്പിക്കുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്, തകർന്നതിനെ, ഉടഞ്ഞു പോയതിനെ പുതുക്കി പണിയുന്ന ആത്മനിറവിന്റെ ഗാനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ പാടി നടക്കണം. എപ്പോൾ? ആത്മനിറവ് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിലോട്ട് ഉത്തേജിപ്പിക്കുന്നവരുടെയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിൽ പാടി, പിന്നെ കീർത്തിച്ചു, സ്തോത്രം ചെയ്തു. അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കും, ആത്മീയ ഗീതങ്ങൾ പാടും, ആത്മപ്രചോദനമായ സംഭാഷണങ്ങൾ ഉണ്ടാകും, ഹൃദയത്തിൽ പാട്ടുകൾ ഉണ്ടാകും, ദൈവത്തെ കീർത്തിക്കും, ദൈവത്തിന് സ്തോത്രം ചെയ്യും എന്നിങ്ങനെ അനവധി കാര്യങ്ങൾ ആത്മനിറവിൽ സംഭവിക്കുന്നു. സമയം കഴിഞ്ഞോ? ഞാനിവിടെ എൻ്റെ വാക്കുകൾ ചുരുക്കാൻ പോവുകയാണ്. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പരിശുദ്ധാത്മ നിറവും പരിശുദ്ധാത്മാവിന്റെ അനുഭവങ്ങൾ ദൈവം ഒരുക്കുന്നെങ്കിൽ നമുക്ക് ഇനിയും ചിന്തിക്കാം. എന്താണ് ഞാൻ പറഞ്ഞത്? ആത്മനിറവിൻ ജീവിതം നയിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ കയറട്ടെ. എന്താണ് ഒരു ദൈവത്തിൽ നയിക്കേണ്ടത്? ആത്മനിറവിൻ ജീവിതം. അപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ വരുമ്പോൾ ഒന്നാമത് അവൻ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കും, ദൈവിക ദർശനം പ്രാപിക്കും. രണ്ടാമത് പ്രായോഗിക തലങ്ങളിലുള്ള ഓരോ ഘടകങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വിശിഷ്ട ജ്ഞാനത്താൽ നമ്മെ മേൽത്തരമാക്കി അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റും. അങ്ങനെ ഘട്ടം ഘട്ടമായി ഭാഷ നൽകും. ജ്ഞാനത്തിൽ, അത് വളർച്ചയിൽ, ശാരീരികമായ വളർച്ചയിൽ, ജ്ഞാനത്തിൽ, ദൈവകൃപയിൽ, അതെ നമ്മുടെ സംഭാഷണത്തിൽ എന്നിങ്ങനെ സകലത്തിൽ ജ്ഞാനം, ബുദ്ധി, അറിവ്, സകലവിധ സാമർഥ്യം, മറ്റുള്ളവരെ പഠിപ്പിക്കുവാനുള്ള കഴിവ് എന്നിത്യാദി സകല അനുഭവങ്ങളും പരിശുദ്ധാത്മ നിറവിൽ നമുക്ക് ലഭ്യമാണ്.
അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ഒരു വലിയ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങൾക്ക് അത് നൽകി തരും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ദൈവത്താൽ മനുഷ്യരാൽ എല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന വളരുന്ന നല്ല സഭയായി ഈ പ്രാദേശിക കൂട്ടായ്മ തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്കിങ്ങനെ അവസരം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ഇരുന്നു.